ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ആദ്യമായി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുള്ളത്, നമ്മൾ വളരെയധികം ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് അല്ലേ. സ്കൂളൊക്കെ തുറന്നു, എല്ലാവരും സ്കൂളിലേക്ക് പോകുന്നതിനുള്ള തിടുക്കത്തിലായിരുന്നു. ഇതെല്ലാം കൊണ്ട് ഞാനും സ്കൂളിലേക്ക് പോകുന്നതിനുള്ള തിടുക്കത്തിലൊക്കെ ആയിരുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു ക്ലാസ്സിന് ഇത്രയും ഗ്യാപ്പ് വന്നത്. പിന്നെ ഒരു കാര്യം പറയുവാനുള്ളത്, നമ്മൾ ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിന് 1100 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ഈ ചാനലിന് പല പ്രാവശ്യം ക്ലാസ്സുകൾ എടുക്കുമ്പോഴും എനിക്കറിയില്ല നിങ്ങൾ ഇത്രയും പേർക്ക് ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ ഉപകാരപ്രദമായി തോന്നുന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് സാധാരണ രീതിയിൽ ഒന്നും തന്നെ എന്നെ അറിയിക്കാറുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും കാലത്തിനോടിടയ്ക്ക് നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ടായിരിക്കാം, ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദം ആയിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കുകയാണ്. പക്ഷേ ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നത്? നിങ്ങളിൽ എത്ര പേർ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്? നിങ്ങളിൽ എത്ര പേർക്ക് ഇംഗ്ലീഷ് തെറ്റുകൂടാതെ സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ട്? ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു രീതിയിൽ വെച്ച് ക്ലാസ് എടുക്കുകയാണ്. നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഏതാണ്ട് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കി സംസാരിക്കുവാൻ ശ്രമിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുവാൻ സാധിക്കേണ്ടതാണ്. നിങ്ങളിൽ ആർക്കൊക്കെ അതിന് സാധിക്കുന്നുണ്ട്? ഇത് ഈ ക്ലാസ്സിനെ കാണേണ്ടതായ രീതിയിൽ എത്ര പേർ കണ്ട് ഇതിനെ സമീപിക്കേണ്ടതായ രീതിയിൽ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടോ എന്നതുപോലും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ചാനലുകൾ പലതുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എത്രയും വേഗം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വളരെയധികം ക്ലാസ്സുകളുണ്ട്. ടൈം പാസിന് വേണ്ടി ഓരോ ചാനലും വെറുതെ ഒന്ന് കണ്ടുപോകുന്ന കൂട്ടത്തിൽ ഈ ക്ലാസ്സും കാണുന്ന കുറേ പേരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ട് എന്ന്, കുറേ പേരെങ്കിലും എന്നല്ല, കൂടുതൽ പേരും അങ്ങനെ കാണുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെയുള്ളവർ ഈ ക്ലാസ് കഴിഞ്ഞ് വേറൊരു ക്ലാസ് കൂടുമ്പോൾ, അങ്ങനെ പല ക്ലാസ്സുകൾ മാറി മാറി കൂടുമ്പോൾ കുറേയെങ്കിലും പല ക്ലാസ്സുകളുമായി ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം അതിൽ ബെറ്റർ ആയിട്ടുള്ള കുറേ ക്ലാസ്സുകൾ ചേർന്ന് കുറേ പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതല്ല ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ ഏറ്റവും അവരാഗ്രഹിക്കുന്ന, ഈ കോഴ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ക്ലാസ്സിലൂടെ എത്രയധികം പേർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ സംസാരിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം, dear subscribers, I am telling to you once again, I am reminding you once again, നിങ്ങൾ ആദ്യമായി കാണുന്ന ആരെങ്കിലും കൂട്ടുകാരാണെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു കമൻ്റ് ഇടുക. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് എന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം എന്നെ ഒന്ന് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ അതുപോലെയുള്ള ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കൂടുതൽ ഫലപ്രദമാകുന്നത് ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് എന്നത് കണ്ടെത്തിയതിന് ശേഷം അതുപോലെയുള്ള ക്ലാസ്സുകൾ നമുക്ക് കൂടുതൽ ഇട്ടുകൊണ്ട് നമുക്ക് ആ ക്ലാസ്സുകളിലേക്ക് കൂടുതൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിനെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം നിങ്ങൾക്കാകുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ ക്ലാസ്സുകളിലൂടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതിന് നമുക്ക് അതിന് വേണ്ടുന്ന വഴികൾ ഒരുക്കാം. അതുകൊണ്ട് നിങ്ങളോട് ഇത്രയും പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ സമയം ഞാൻ ചിലവഴിച്ചത്. ഓക്കെ, നിങ്ങളിൽ കുറേയെങ്കിലും പേര് ഈ ക്ലാസ്സുകൾ കൂടിയതിന് ശേഷം ഓരോ കാര്യവും എന്നോട് ആവശ്യപ്പെടുന്ന രീതി അനുസരിച്ചാണ് അടുത്ത ക്ലാസ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഉപകാരപ്രദമാകുന്നുണ്ടോ, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ തരുന്നതിന് വേണ്ടി ആദ്യമായി കാണുന്ന കൂട്ടുകാർ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്ത് ഒരു കമൻ്റ് അയയ്ക്കുക. അല്ലാത്ത നമ്മുടെ ഓർഡിനറി സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏത് രീതിയിൽ ക്ലാസ് എടുത്താൽ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കും എന്നത് ഒന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും പറയുന്നതിന് വേണ്ടി നമ്മുടെ ഈ ക്ലാസ് ഉപയോഗിച്ചതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അത് പറയുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്. ഓക്കെ, ലെറ്റ്സ് കം ടു ദി നെക്സ്റ്റ് ക്ലാസ് ആൻഡ് ഐ ഷാൽ ടേക്ക് എ ക്ലാസ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിനുശേഷം ഈ രീതിയിൽ ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കുറേ എങ്കിലും ഉപകാരപ്രദമാകുമോ എന്നതും ഒന്നറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.